വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. ഞാനിപ്പോഴുള്ളത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം വീടുകൾക്കും റോഡുകൾക്കും ഒക്കെ മുഖ്യ പരിഗണന നൽകുന്ന ഒരു ജനപ്രിയ ബഡ്ജറ്റ് എന്ന് തന്നെ വേണം പറയാൻ. ഈ ബഡ്ജറ്റിൽ ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. വയോജനക്ഷേമം, അതുപോലെ വനിതാക്ഷേമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. 51,07,00,000 രൂപ വരവും ഏതാണ്ട് 49,63,00,000 രൂപ ചെലവും 1,43,00,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷീജ ടീച്ചർ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ, പദ്ധതി നിർവഹണം, അതെങ്ങനെയാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക? ഒരു സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള ബഡ്ജറ്റ്, ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കൃത്യമായി തയ്യാറാക്കുകയാണ് ചെയ്യാറുള്ളത്. അത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം തുടർച്ചയായി 5-ാം വർഷവും കൃത്യമായി തയ്യാറാക്കിയ ബജറ്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള പദ്ധതികളാണ് നടത്തിപ്പോന്നിട്ടുള്ളത്. ഈ വർഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പാർപ്പിട മേഖലക്കും കൃഷി മേഖലക്കും തന്നെയാണ്. പാർപ്പിട മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലും ഞങ്ങൾ ഈ പാർപ്പിട മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെ കൊണ്ടും എഗ്രിമെൻ്റ് വെപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും അതിൽ 390ഓളം ആളുകൾ വീട് പണി പൂർത്തിയാക്കാനും കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ്. ഇനി ബാക്കി ഒരു 142 പേരും കൂടി അതിൽ ബാക്കിയുണ്ട്. അവരുടെ വീട് പണിയും അതേപോലെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കൂടി വീട് പണി പൂർത്തിയാക്കുന്നതിനുള്ള ഫണ്ട് ഈ വർഷം തന്നെ നീക്കിവെച്ച് അവർക്കും കൂടി വീട് എന്നുള്ള സ്വപ്നം പൂർത്തീകരിച്ച് ഈ ഭരണസമിതി നവംബറിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ ആലിപ്പറമ്പിൻ്റെ ഏറ്റവും പ്രശസ്തി നിലനിൽക്കുന്നത് ആലിപ്പറമ്പിലെ ചേന കൃഷിക്ക് തന്നെയാണ്. കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആലിപ്പറമ്പിൽ ഈ പുഴയോരത്തിൻ്റെ സമീപത്ത് കൂടി ഉപയോഗിക്കാൻ രീതിയിൽ, അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ആ വിളകൾക്കും പ്രാധാന്യം കൊടുത്ത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായി എല്ലാ മേഖലയും ഭിന്നശേഷിക്കാർക്ക് ബഡ്സ് സ്കൂൾ മുതൽ പിടിച്ച് അവരുടെ സ്കോളർഷിപ്പ്, ബാക്കി കാര്യങ്ങൾ, അനുബന്ധ കാര്യങ്ങളൊക്കെ ഭിന്നശേഷിക്കാർ, അതേപോലെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും വേണ്ട പ്രവർത്തനങ്ങൾ, അതിനുള്ള ഫണ്ടുകൾ, വയോജനങ്ങളുടെ ക്ഷേമത്തിന്, സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പ്രത്യേക പദ്ധതികൾ, ഇതെല്ലാം. അതിനൊക്കെ പുറമെ ഏറ്റവും അനിവാര്യമായ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പശ്ചാത്തല മേഖലയിലെ റോഡ് സൗകര്യങ്ങൾക്കാണ്. ആ റോഡ് സൗകര്യങ്ങൾക്ക് 3,33,33,00,000 രൂപ ഈ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലുണ്ട്. ഈ ബഡ്ജറ്റ്, ഇതിൻ്റെ നടപ്പാക്കൽ, നിർവഹണം, ഇതേക്കുറിച്ചൊന്ന് പറയാം. ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമഗ്രമായ മേഖലയെയും സ്പർശിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് തന്നെയാണ് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രാമുഖ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർപ്പിട മേഖലയ്ക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വീടെന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ, നമ്മുടെ 2020 ഞങ്ങൾ അധികാരത്തിലേറ്റു തൊട്ട് ഇതുവരെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടുപോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ 2ാം സ്ഥാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അമരമ്പലം പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ 390ഓളം വീടുകൾ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ച് അതിൽ പകുതിയിലധികം അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം പണി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ജില്ലയിൽ 2ാം സ്ഥാനത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ വീട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു ബജറ്റിലും നമ്മൾ പ്രധാന പ്രാമുഖ്യമായിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത്. കാർഷിക മേഖലയെ ഇവിടെ സൂചിപ്പിച്ചു. തൂതപ്പുഴ, വളരെ സമ്പന്നമായിട്ടുള്ള തൂതപ്പുഴ നമുക്കുണ്ട്. അതിനെ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കാർഷിക ഒരു സംസ്കാരം തന്നെ ആലിപ്പറമ്പിനുണ്ട്. കഴിഞ്ഞ 2024-25 വാർഷിക പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ കൃഷിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്താണ്. ആ രീതിയിൽ ഈ വർഷവും കാർഷിക മേഖലയ്ക്ക് കുറച്ചുകൂടി ക്രിയാത്മകമായി, കുറച്ചുകൂടി ശാസ്ത്രീയമായി കൊണ്ട് തന്നെ ആ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിന്, അതായത് നമുക്ക് ഒരു മോഡലായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ പദ്ധതികളെ പാരമ്പര്യമായിട്ട് തുടർന്നു പോരുന്ന എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി രീതികൾ, അതിലേക്ക് കൂടുതൽ ഫണ്ടിങ് നൽകണമെന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസറുടെ കൂടി ഒരു സജഷനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൂടുതൽ ഫണ്ട് വകയിരുത്തുന്നതിന് കൂടി ഈ ഒരു ബജറ്റിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
അതായത് എല്ലാ മേഖലകളെയും സ്പർശിച്ചിട്ടുണ്ട്. കൃഷി, വയോജനക്ഷേമം, അതുപോലെ തന്നെ വനിതാക്ഷേമം, ബഡ് സ്കൂൾ, അതുപോലെ എല്ലാ മേഖലകളും. ഒരുപക്ഷെ ജില്ലയിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 2ാം സ്ഥാനമാണ് കഴിഞ്ഞ വർഷം ലൈഫ് ഭവന പദ്ധതി നൽകിയത്. ഈ വർഷം അത് 1ാം സ്ഥാനത്തെത്താൻ കഴിയും. മാത്രമല്ല നിങ്ങളുടെ ഈ പ്രവർത്തനം, ഒരുപക്ഷെ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഈ പഞ്ചായത്തിനെ സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള താങ്കളുടെ പേര്? ഞാൻ ഹമീദ്, അലിപ്പറമ്പ് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പിന്നെ ബാക്കിയുള്ളവരോട് ഇന്ന് പറയൂ. ജുബില, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുബിലയാണ്. പിന്നെ മുബാറക് അലി, വാർഡ് വാഴങ്കട. വാർഡ് മെമ്പറാണ് മുബാറക് അലി. താങ്കളുടെ പേര്? രാജേഷ്, ആനമങ്ങാട് 2ാം വാർഡിലാണ് മെമ്പർ. അദ്ദേഹവും രാജേഷ് വാർഡ് മെമ്പറാണ്. ഏതായാലും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ചില കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ചില വിവാദങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും ഭരണത്തിൽ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജനങ്ങളെ മുന്നിൽ കണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് അവർ മുൻഗണന നൽകുന്നത്. അത് എന്നും അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട്, നീള 24 ലൈവ്.